ഇന്ന് നമുക്കൊരു ഡ്രോയിങ് വീഡിയോ ചെയ്താലോ? അപ്പോൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ. ഇതിലെനിക്ക് 2 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ആ 2 കാര്യങ്ങൾ ഈ വീഡിയോയുടെ ഇടയിലൂടെ ഞാൻ പറയുന്നതായിരിക്കും. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കർശനമായിട്ട് പറഞ്ഞൊന്നല്ല കേട്ടോ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു പാഠം പഠിക്കാനുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ക്യാൻവാസ് എടുത്ത് വെച്ചിട്ട് ക്യാൻവാസിൽ ഞാൻ മനസ്സിലൊരു പിക്ചർ കണ്ടിട്ടുണ്ട്. ആ ഒരു പിക്ചർ വരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ക്യാൻവാസ് എടുത്തത് കേട്ടോ. അപ്പോൾ ബ്രഷൊക്കെ എടുത്ത് വെച്ചു. ആവശ്യമായ കളർ ആദ്യം ബ്ലൂ കളറാണ് ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ ആ ബ്ലൂ കളർ എടുത്തു. പിന്നെ ക്യാൻവാസിൽ വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ കളർ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ഒരു ഒഴുക്കിനങ്ങ് കളർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ വെള്ളമാക്കിയത്. അപ്പോൾ നല്ല രീതിക്ക് വെള്ളം എടുത്തതിന് ശേഷം കളർ ചെയ്യാൻ തുടങ്ങി. അപ്പം ബ്ലൂ കളർ എടുത്തിട്ട് മുഴുവനായിട്ടും കളർ ചെയ്തു. അതിൻ്റെ ഇടയിൽ ഒരു റൗണ്ട് പോർഷൻ അവിടെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മുഴുവനായിട്ട് കളർ ചെയ്ത് വെച്ചു. നല്ല രീതിക്ക് തന്നെ കളർ ചെയ്തു കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഷെയ്ഡ് വരുന്നില്ലേ, ഒരു ആകാശം അങ്ങനെ തീം തോന്നില്ലേ? അങ്ങനെ ശരിക്കും ഒരു ആകാശം, ഒരു പക്ഷി, ഒരു മരം, ആ മരക്കൊമ്പിലിരിക്കുന്ന ഒരു പക്ഷി, ചന്ദ്രൻ, അതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അത് തന്നെയാണ് ഞാൻ വരക്കാൻ പോകുന്നതും ഫൈനലായിട്ടും അത് തന്നെയാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. പക്ഷേങ്കിൽ അതിൻ്റെ ഇടയിൽ സംഭവിച്ച ഒരു കാര്യമാണ്, ഞാൻ ബ്ലാക്ക് കളർ എടുത്തു മരം വരച്ചു. മരം വരച്ചപ്പോൾ എന്ത് പറ്റി? അതിലുള്ള വെള്ളത്തിൻ്റെ അംശം ഉണ്ടായത് കൊണ്ട് തന്നെ ആ മരം സ്പ്രെഡ് ആവാൻ തുടങ്ങി കേട്ടോ. ആ ബ്ലാക്ക് കളർ സ്പ്രെഡായിട്ട് ആ ഒരു ബ്ലൂ കളറിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നൊരു കാര്യം ഞാൻ പറയുന്നത്, നമ്മളെ ജീവിതത്തിലായാലും എന്തിലായാലും നമ്മളൊരു ലക്ഷ്യത്തിലെത്താൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ലക്ഷ്യത്തിലെത്താൻ വേണ്ടി എടുത്തു ചാടി പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പം മെല്ലെ മെല്ലെ ഓരോ സ്റ്റെപ്പായിട്ട് കയറി പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തു ചാടിയത് കൊണ്ടാണ് എനിക്കിങ്ങനെ പറ്റിയത്. ആ ഒരു വെള്ളത്തിൻ്റെ നനവ് അല്ലെങ്കിൽ ആ കളറ് ഉണങ്ങിയിട്ടായിരുന്നു ഞാൻ ചെയ്തതെങ്കിൽ എനിക്കത് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ എനിക്ക് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. പക്ഷേങ്കിൽ അവിടെ ഫ്ലോപ്പായി. എന്നാലും നമ്മൾ വീഴും. നമുക്ക് അബദ്ധം പറ്റി. പക്ഷേ പറ്റിയെടുക്കുന്നത് അയ്യോ എനിക്ക് അബദ്ധം പറ്റി, ഇനി മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് അവിടെ വെച്ചാൽ അതും നല്ലതല്ല. അപ്പോൾ എനിക്ക് പറ്റിയത് പറ്റി. ഓക്കെ, ഞാൻ എന്തും എടുത്തൊരു ബ്ലാക്ക് കളർ അതിൽ മിക്സ് ചെയ്തു. അതിൻ്റെ മേലെ ഫുള്ളായിട്ടും ചെയ്തു. ഇപ്പോൾ കണ്ടില്ലേ, അതേപോലെ ചെയ്തു. ഒരു തുണി എടുത്തു, ജസ്റ്റ് അതിങ്ങനെ ആ ബ്ലാക്ക് കളറിനെ ഇങ്ങനെ ഒപ്പിയെടുത്തു. അപ്പോൾ ഒരു ബ്ലാക്ക് ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പം ഈ ക്യാമറയിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണുന്നില്ലെങ്കിലും അതിലൊരു ബ്ലൂ കളർ ഇങ്ങനെ എഫക്റ്റ് ചെയ്ത് ബ്ലൂ ബ്ലാക്ക് വൈറ്റ് എന്ന രീതിയിൽ ഇങ്ങനെ എടുത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്ത് പിടിച്ചതിന് ശേഷം വെള്ളവും നനവും മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാ പോലെ തന്നെ അതിലൊരു മരത്തിൻ്റെ ചില്ലക വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് കയ്യിലൊരു റഫായിട്ട് വരച്ചെടുക്കണം. നമ്മളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഒരു റഫായിട്ട് വരച്ചെടുക്കുക. അല്ലാതെ പെൻസിൽ കൊണ്ട് വരച്ചിട്ടില്ല, പെൻസിൽ കൊണ്ട് വരക്കേണ്ടവർക്ക് അങ്ങനെയും വരക്കാം. അപ്പോൾ നമ്മൾ വീണെടുക്കുന്ന എഴുന്നേറ്റു കേട്ടോ. എഴുന്നേറ്റു മെല്ലെ ഇനി മുതൽ മെല്ലെയാണ് പോകുന്നത് കേട്ടോ. ആ നനവ് മാറി ചില്ല വരച്ചു. അതും നല്ല രീതിക്ക് മെല്ലെയാണ് ചില്ല വരച്ചത്. കിളിയെ വരച്ചു, ഒരു ആൺകിളിയെ വരച്ചു, ഒരു പെൺകിളിയെയും വരച്ചു കഴിഞ്ഞു കേട്ടോ. അതും ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് മുന്നേ വരയ്ക്കാത്തത് കൊണ്ട്, റഫായിട്ട് വരക്കുന്നത് കൊണ്ട് തന്നെ അളവിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ബ്രഷ് കൊണ്ട് തന്നെ, നമ്മൾ പെയിൻറ്റ് കൊണ്ട് തന്നെ അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ 2 പക്ഷികളായി കേട്ടോ. പിന്നെ ഇല വരച്ചു. എവിടെയൊക്കെ ഇല വേണം എന്ന് തോന്നുന്നു അവിടെയൊക്കെ ഞാൻ ഇല വരച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ആ ഒരു ചന്ദ്രനാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു റൗണ്ടിലുള്ളൊരു തെളിഞ്ഞ് നിൽക്കുന്നൊരു ചന്ദ്രനെ വരക്കണം. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു പോർഷൻ ഉണ്ടായിരുന്നില്ല, വൈറ്റ് ഞാൻ ചെയ്ത് വെച്ചത്. അവിടെ ഇപ്പം കളറായി, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം പിന്നെ വേറൊന്നും ചെയ്യാനില്ല, വൈറ്റ് കളർ എടുക്കാം, അവിടെ ഒരു ചന്ദ്രനെ വരക്കാം. അപ്പോൾ ചന്ദ്രനെ വരച്ചിട്ട് നമുക്ക് അളവും കാര്യങ്ങളൊക്കെ അനുസരിച്ച് വലിപ്പം കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. അപ്പം ഇതിൽ ഞാൻ വരച്ചത് എനിക്കൊരു വലുപ്പം കുറഞ്ഞതുപോലെ തോന്നിയിട്ട് ഞാൻ വീണ്ടും വലുപ്പം കൂട്ടാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ വൈറ്റ് കളർ എടുത്തിട്ട് കുറച്ചും കൂടി വലിയൊരു ചന്ദ്രനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ അടുത്ത കാര്യം പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എഴുന്നേറ്റിട്ട് വീണ്ടും മുന്നോട്ട് ഓടണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ആ ഒരു ഫ്ലോപ്പായ സമയത്ത് ആ വീഡിയോ ഓഫ് ചെയ്ത് ഈ പിക്ചർ വരക്കുന്നത് അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ അവസാനിച്ചേനെ. പക്ഷേ ഞാനത് വീണ്ടും അതിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഈ ഒരു പിക്ചറിലേക്ക് മാറിയില്ലേ. അപ്പം ഞാൻ മനസ്സിൽ കണ്ട പിക്ചറിനേക്കാളും എത്രയോ ബെറ്ററാണ് ഈ ഒരു പിക്ചർ, എത്രയോ മനോഹരമാണ് ഈ ഒരു പിക്ചർ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ വീണതിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ പിക്ചർ തന്നെ വരക്കാം. വീണെടുക്കുന്നത് ഞാൻ എഴുന്നേറ്റതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു പിക്ചറിലേക്ക് എത്താനും കഴിഞ്ഞത് കേട്ടോ.
ഫൈനൽ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഓർത്തല്ലോ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പതുക്കെ ശ്രദ്ധിച്ച് ഓരോ പടിയും മുന്നോട്ട് മെല്ലെ മെല്ലെ മുന്നോട്ട് പോവുക, ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക കേട്ടോ. എടുത്തു ചാടി തീരുമാനം എടുക്കാനോ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യാനോ പാടില്ല. അതേപോലെ വീണാൽ വീണെടുക്കുന്നു, വീണ്ടും എഴുന്നേൽക്കുക. നമ്മൾ വീണു എന്ന് വിചാരിച്ച് അവിടെ കിടക്കാതെ വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ട് പോയാൽ നമ്മളുടെ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താൻ കഴിയും. ഓക്കെ, ബൈ ബൈ.